നമസ്കാരം ശ്രീലേ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ ശ്രീലേ, ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്ന വാർത്തകൾ, BJP-യെ സംബന്ധിച്ച വാർത്തകൾ, അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ചെലവിലേക്ക് വന്ന ഫണ്ട് വകമാറ്റി ചിലരൊക്കെ ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ഇതാദ്യം ഈ വാർത്ത പുറത്തുവിടുന്നത് ഭാരത് ലൈവ് ആണ്. തെളിവ് സഹിതം ഇക്കാര്യം ഭാരത് ലൈവ് പുറത്തുവിട്ടതിന് ശേഷമാണ് മറ്റ് യൂട്യൂബുകളും മറ്റ് ചാനലുകളും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോൾ അത് വലിയ ഒരു സ്ഫോടനം BJP-ക്കുള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. BJP-യിലെ പല നേതാക്കളുടെയും തലകൾ സ്ഥാനത്ത് നിന്ന് ഉരുളുമെന്ന് തീർച്ചയാണ്. കേന്ദ്ര നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ BJP-യിൽ നിന്ന് വരുന്ന, അതായത് BJP സംസ്ഥാന നേതൃത്വം പ്രചരിപ്പിക്കുന്നത് BJP-യെ മനഃപൂർവ്വം പ്രതിസന്ധിയിലാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വാർത്തകൾ ചമയ്ക്കുന്നു എന്നാണ്. എന്താണ് ഈ BJP സംസ്ഥാന നേതൃത്വം ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? ഈ പറയുന്നത് പോലെ അങ്ങനെ ഏതെങ്കിലും വ്യാജ ഇത്തരത്തിലുള്ള ചമയ്ക്കലുകൾ നടക്കുന്നുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്? പ്രശാന്ത്, ഈ തവണത്തെ തെരഞ്ഞെടുപ്പ്, അതായത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷനായി വരും എന്ന് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഭാരത് ലൈവ് ആയിരുന്നു. അന്നും ഇതുപോലെ തന്നെ ഏതാണ്ട് രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനായി വരുന്നതിന് 2-3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിനാണ് സാധ്യതയെന്നും അദ്ദേഹം തന്നെയാണ് സംസ്ഥാന പ്രസിഡന്റ് ആവുക എന്നും ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഭാരത് ലൈവ് ആയിരുന്നു. അപ്പോ അന്ന് ഇതേപോലെ തന്നെ സൈബർ അറ്റാക്ക് ആണ് എനിക്കുണ്ടായത്. സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുമ്പോൾ അവിടെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം അദ്ദേഹത്തെ പോലെ അഴിമതിരഹിത പ്രതിച്ഛായുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന നമ്മുടെ, അതായത് ഇന്ത്യയുടെ അഭിമാനമായ ഒരു ആൾ, അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി ചിപ്പ് നിർമ്മാണത്തിന്റെ രംഗങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള വളരെ അഭിമാനകരമായ ഒരാൾ എന്ന രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് BJP-ക്ക് വലിയ പ്രതിച്ഛായ ഉണ്ടാകും, വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാകും നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഗുണം, അദ്ദേഹം വന്നത് BJP-ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു. ആ BJP-ക്ക് ഗുണം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം വന്നിവിടെ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊപ്പം കൂടിയ ചില ആൾക്കാർ, അവർ ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്നും അറിയിക്കാതെ ഒരുപക്ഷെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതിന്റെ ഫലമാണ് കേരളത്തിലുടനീളം ഓരോ ജില്ലയിലും ഓരോ സംസ്ഥാന ഭാരവാഹികളായി വന്നവരൊക്കെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ സുരേന്ദ്രനും അതുപോലെ തന്നെ അതിനു മുമ്പിലും ഒക്കെ ഉണ്ടായിരുന്ന പല സംസ്ഥാന അധ്യക്ഷന്മാർ വന്നപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ, ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു വിഭാഗത്തെ അങ്ങ് തൂത്തെറിയുകയും അപ്രസക്തമാക്കുകയും ചെയ്തിരുന്നില്ല. വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടിയില്ലെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നാൽ കെ സുരേന്ദ്രനെതിരെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പറയണം, ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരണം നടത്തി. അതിനൊപ്പം കേരളത്തിലെ BJP നേതൃത്വം വലിയ രീതിയിൽ, BJP-യുടെ പ്രവർത്തകർ അടക്കമുള്ളവർ വലിയ പ്രതിസന്ധി ഉയർത്തി. അതോടുകൂടി ഒരുപക്ഷെ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള BJP വലിയ കുഴപ്പമാണ് എന്ന ധാരണ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ആ ധാരണ അത് അവിടെ നിലനിന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യം ഒരുപക്ഷെ കേന്ദ്രത്തിനുണ്ടായത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറെ പോലെ, അദ്ദേഹത്തെ പോലെ ജനങ്ങൾക്ക് ഒരു നേതാവെന്ന് തോന്നുന്ന രീതിയിൽ അഴിമതിരഹിത പ്രതിച്ഛായുള്ള ഒരാളെ കേരളത്തിൽ എത്തിച്ചു. സത്യത്തിൽ വലിയ സന്തോഷമായിരുന്നു. അദ്ദേഹം വരുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മളേവരും വിചാരിച്ചത്. എന്നാൽ ഞെട്ടിച്ചുകൊണ്ട് അതായത് ഒരു ഗ്രൂപ്പ്, സംസ്ഥാന സെക്രട്ടറിയായി വന്ന ആൾ അയാളുടെ ഗ്രൂപ്പുകാരായിട്ടുള്ള ഓരോ ആൾക്കാരെയും ഈ പാർട്ടിയിൽ കൊണ്ടുവന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കൂ, തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും തന്നെ മുമ്പോട്ട് പോകട്ടെ, നന്നായി പ്രവർത്തിക്കുന്നെങ്കിൽ പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ച് പലരും മിണ്ടാതിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് തന്നെ അറിയാം, എന്റെ കാലത്ത് ABVP-യിൽ ഉണ്ടായിരുന്ന ഞാനും സുരേഷും അടക്കമുള്ളവർ ABVP-യിൽ പ്രവർത്തിച്ചിരുന്ന, എന്നോ കാലത്ത് ABVP പോലും അവസാനിപ്പിച്ചു പോയ, അതിനുശേഷം ഒരു പ്രവർത്തനവും നടത്താതെ അവരുടെ ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പോയ പലരെയും ഈ പാർട്ടിയിൽ സംസ്ഥാന ഭാരവാഹികളായി വിളിച്ചുകൊണ്ട് സുരേഷ് കൊണ്ടുവന്നിട്ടുണ്ട്.
തെളിവ് കൊടുക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞാൽ ഞാൻ തയ്യാറാണ്. അത് ആരൊക്കെയാണ് എന്ന് തെളിവ് കൊടുക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്താത്ത, ഫേസ്ബുക്കിൽ പോലും BJPക്ക് വേണ്ടി ഒരു പോസ്റ്റോ ഏതെങ്കിലും കാലത്ത് ഒരു പോസ്റ്റ് പോലും ഇടാത്ത പലരെയും അത്തരത്തിൽ ഈ സുരേഷ് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു. അതിന് സുരേഷ് പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം നാളെ ഒരു ഘട്ടത്തിൽ സുരേഷിന് സംസ്ഥാന അധ്യക്ഷനാകാനുള്ള അവസരം വന്നാൽ അതിന് കുടപിടിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ വേണമെന്ന തിരിച്ചറിവ് തന്നെയാണ്. അവരെയാണ് പലരെയും സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോലും നിയോഗിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് ഒരു മുൻപരിചയവും ഇല്ലാത്ത പലരെയും പാർട്ടിയിൽ കൊണ്ടുവന്ന് ഒരു പ്രവർത്തനം ഏതെങ്കിലും സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചാൽ മതിയെന്നേ. നമ്മളിപ്പോ ഈ സംഘടനകളിൽ തന്നെ പ്രവർത്തിക്കണമെന്നില്ല. പല സംഘടനകളും പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നതിന് സാധാരണഗതിയിൽ എവിടെയാണെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് എന്നോ ഒരു സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചു പോയവരെയൊക്കെ കൊണ്ടുവന്ന് BJPയിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ആക്റ്റീവായി അതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പലരും അതോടുകൂടി മൗനമാവുകയും മാറി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് പാർട്ടിക്ക് പ്രതിസന്ധി ഇല്ല, പാർട്ടിക്ക് പ്രതിസന്ധി എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഭാരത് ലൈവ് ചൂണ്ടിക്കാട്ടിച്ച വിഷയം BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരെല്ലാം അഴിമതിക്കാരാണ് എന്നല്ല. ആ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചിലർ, അതായത് സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ S സുരേഷ് അടക്കമുള്ളവർ, S സുരേഷിന്റെ നോമിനിയായ ആ പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറി, മറ്റൊരു സംസ്ഥാന സെക്രട്ടറി, ഇവരൊക്കെ അഴിമതി കാണിച്ചു എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മറ്റുള്ള സ്ഥലങ്ങൾ വിനിയോഗിക്കാനും തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കും നൽകിയ പണത്തിൽ നിന്ന് ആ പണത്തിന്റെ നല്ലൊരു ഭാഗം അടിച്ചു മാറ്റിക്കൊണ്ടു പോവുകയും അത് ഈ മണ്ഡലങ്ങളിൽ പോലും പലർക്കും കിട്ടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എത്രയോ പേർ കഴിഞ്ഞ കുറെ കാലങ്ങളായി പറയുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, അതും കൃത്യമായ ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ പറയണം എന്ന് തീരുമാനിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ, രാജീവ് ചന്ദ്രശേഖർജിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. കാരണം അദ്ദേഹം ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല. അഴിമതിരഹിത പ്രതിച്ഛായുള്ള നരേന്ദ്രമോദിയോടൊപ്പം അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലിരുന്ന രാജീവ് ചന്ദ്രശേഖർജിക്ക് അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അഴിമതി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ പല തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്ന ശേഷം ഇവരെല്ലാം തന്നെ പല ബാങ്കുകളിലും അവരുടെ ലോൺ അടച്ചു തീർത്തതിന്റെയും എല്ലാം രേഖകൾ, അത്തരത്തിലുള്ള രേഖകൾ ശ്രദ്ധിച്ച് ആ രേഖകൾ എല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഈ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ പറയാൻ തയ്യാറായത്. ഇത് പറയുമ്പോൾ നമ്മളെ സൈബർ അറ്റാക്ക് നടത്തുകയും അതുപോലെ തന്നെ പറയുന്നതൊക്കെ വ്യാജമാണെന്ന് പറയുകയും മഞ്ഞപ്പത്രങ്ങളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്ന് പറയുകയും ഒക്കെ ചെയ്ത് പലരും പറയുന്നുണ്ട്. പലരുമല്ല, ഒരു മഹിളാ മോർച്ചയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി അവരെ പോസ്റ്റ് ഇട്ടിട്ട് നാട്ടിലുള്ളവരോടൊക്കെ, അതായത് മാധ്യമങ്ങളെ മുഴുവൻ കളിയാക്കിക്കൊണ്ട്, മഞ്ഞപ്പത്രങ്ങൾ എന്ന ഓൺലൈൻ മാധ്യമങ്ങളെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് ഇട്ടിട്ട് പലരോടും പറയുന്നത് എന്നെ ലക്ഷ്യം വെച്ചാണെന്നാണ്. ഏതായാലും എന്നെ ലക്ഷ്യം വെച്ചാണെങ്കിലും അല്ലെങ്കിലും എനിക്കൊന്നുമില്ല. കാരണം എന്റെ മാധ്യമ സ്ഥാപനം കഴിഞ്ഞ 5 വർഷമായി ഏതെങ്കിലും തരത്തിലുള്ള മഞ്ഞ പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥാപനമല്ല. ഒരു ഹെഡിങ്ങിൽ പോലും ഒരു വാക്ക് മോശം വരരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യം സത്യമായി പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് സത്യം പറഞ്ഞു തന്നെ ഇരിക്കും. ഇനി ഒരു ലെറ്റർ പാഡ് വ്യാജമായി പ്രചരിക്കുന്നുണ്ട്. ആ ലെറ്റർ പാഡിനെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്നു. പരാതി കൊടുത്താൽ നല്ലത് തന്നെ. കാരണം ഞാൻ ആ ലെറ്റർ പാഡ് പരിശോധിച്ചിരുന്നു. ആ ലെറ്റർ പാഡിലെല്ലാം ഒപ്പുകളൊക്കെ കൃത്യമായി ഉള്ളതാണ്. ഇതിനി ഫോർജ് ചെയ്താലും അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പോയാലും എന്തായാലും രാജീവ് ചന്ദ്രശേഖർജിയുടെ ഒപ്പ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്, അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അത്തരത്തിൽ ഫോർജ് ചെയ്ത് ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് കുറ്റകരമാണ്. അത് സർവാത്മന സ്വാഗതം ചെയ്തു. അദ്ദേഹം അത് പരാതിയുമായി പോകണം. അതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. ഞാൻ മനസ്സിലാക്കുന്ന ഏതോ ഒരു മാധ്യമത്തിൽ മാത്രമാണ് ഈ വാർത്ത വന്നതെന്നാണ്. ആ മാധ്യമങ്ങൾക്ക് അത് ആരാണ് എത്തിച്ചു നൽകിയതെന്ന് അദ്ദേഹം അന്വേഷിക്കണം. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് മണിക്കൂർ കൊണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വാർത്ത അദ്ദേഹത്തിന്റെ നിഷേധക്കുറിപ്പ് വരുമ്പോഴാണ് അത്തരത്തിലുള്ള റിലീസ് ഉള്ള കാര്യം നമ്മൾ പോലും അറിയുന്നത്. അപ്പൊ ഒരു മാധ്യമത്തിന് മാത്രം അത് എങ്ങനെ എത്തി, ആരാണ് അവർക്ക് എത്തിച്ചു കൊടുത്തത്, അതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്, അത് ഇദ്ദേഹത്തെ കൊണ്ട്, അതായത് രാജീവ് ചന്ദ്രശേഖർജിയെ കൊണ്ട് റിലീസ് ഇറക്കിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നോ, ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടേണ്ടതുണ്ട്. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അദ്ദേഹം അന്വേഷിക്കട്ടെ. ഇവിടെ അച്ചടക്ക നടപടി നേരിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അച്ചടക്ക നടപടി 3 പേരെ മാറ്റി നിർത്താൻ തീരുമാനമെടുത്തിരുന്നു. അവരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാന നേതൃത്വം ഇപ്പോഴും സംസ്ഥാനത്തുള്ള ചിലർ അതിനുള്ള ചരടുവലികൾ നടത്തുകയാണ്. ഞാനൊരു കാര്യം വ്യക്തവും കൃത്യവുമായി എനിക്ക് ചോദിക്കാനുള്ളത്, PP മുകുന്ദനില്ലാത്ത എന്ത് പരിരക്ഷയാണ്? PP മുകുന്ദനെ ഈ പാർട്ടി സൈഡ് ലൈൻ ചെയ്തപ്പോൾ
എന്തെങ്കിലും പാർട്ടി തകർന്നു പോയോ? പി മുകുന്ദൻ ആരായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം അറിയാം. പി മുകുന്ദൻ ഇല്ലാത്ത എന്ത് പരിരക്ഷയാണ് ഈ സ്ത്രീക്ക് ലഭ്യമാകുന്നത്? അതിനുശേഷം എത്രയോ പേർ, തൃശ്ശൂരെ ജില്ലാ പ്രസിഡന്റ് എന്ന ശ്രീശൻ അടിയാട്ട്, അദ്ദേഹത്തെ പുറത്താക്കി, ഇന്നും അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടില്ല. മെഡിക്കൽ കോഴ വിഷയത്തിൽ അന്ന് റിപ്പോർട്ട് ചോർത്തിക്കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബി.ജെ.പിയുടെ മെമ്പറായിരിക്കും, സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആയിരിക്കുന്ന വി രാജേഷിനെ 1 വർഷം പുറത്താക്കി നിർത്തിയതാണ്. അദ്ദേഹം അതിൽ നിന്നും ആ അച്ചടക്ക നടപടി നേരിട്ടെങ്കിലും അദ്ദേഹം വിനീത വിധേയനായി പാർട്ടിയോടൊപ്പം 1 വർഷം ചേർന്ന് നിന്ന ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇവിടെ ഇവരെ പുറത്താക്കിയാൽ കേരളം മുഴുവൻ നശിച്ചു പോകും, പാർട്ടി നശിച്ചു പോകുമെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത പരിരക്ഷ എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് വേണം എന്ന് കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ വാദിക്കുന്നത്? അന്നൊക്കെ എനിക്കറിയാം സംഘം കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു. ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സംഘം ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. ഞാൻ പറയുന്നത് സംഘടനാ വിരുദ്ധമായ കാര്യങ്ങളല്ല, 1 or 2 വ്യക്തികൾ കാണിച്ച അഴിമതികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഐഡിയോളജിയോ RSSന്റെ ഐഡിയോളജിയോ കുറിച്ചല്ല ഞാൻ പറയുന്നത്. 1 or 2 പേർ ഈ സംഘടനയെ പല രീതിയിൽ, ഈ സംഘടനയെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് അഴിമതി കാണിച്ചതെന്ന്. പല മണ്ഡലം കമ്മിറ്റികൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒക്കെ ഇലക്ഷൻ ഫണ്ട് ആ സമയത്ത് നൽകേണ്ടിയിരുന്ന ഫണ്ട് പറഞ്ഞതിന്റെ പകുതി കൊടുത്ത ശേഷം പലരിൽ നിന്നും വൗച്ചർ എഴുതി വാങ്ങിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ട രീതിയിൽ ഫണ്ട് എത്തിയിട്ടില്ല പല സ്ഥലങ്ങളിലും. പല സംസ്ഥാന നേതാക്കന്മാർക്കും അത് അറിയാവുന്ന കാര്യമാണ്. പല സംസ്ഥാന നേതാക്കന്മാർക്കും നൽകേണ്ട ഫണ്ടുകൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ പറയുന്ന രാജീവ് ചന്ദ്രശേഖർജിയെ പോലെ ഒരാളെ പറ്റിക്കാൻ ഇത്തരത്തിലുള്ള ലൊട്ടുലൊടുക്ക് നേതാക്കന്മാർക്ക് ഇടവരരുത്. അദ്ദേഹം ഇത് വിശദമായി അന്വേഷിക്കണം. അതുപോലെ കേരളത്തിൽ ഈ ഒരുപാട് പേർ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ മലയാളം വായിക്കാൻ അറിയുന്നുണ്ടാവില്ല, ഒരുപക്ഷെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാവും. പലരും പറയുന്ന ഒരു പരാതി, രാജീവ് ചന്ദ്രശേഖർജിയെ കാണാൻ ആരെങ്കിലും ചെന്നാൽ ഉടൻ ആ രാജീവ് ചന്ദ്രശേഖർജി എവിടെ ഇരിക്കുന്നു അവിടേക്ക് സുരേഷ് കൂടി കയറി ചെല്ലുമെന്നാണ്. അതുകൊണ്ട് തന്നെ പരാതി പറയാൻ വരുന്നവർ പലപ്പോഴും പരാതി പറയാതെ മടങ്ങിപ്പോവുകയാണ് പതിവ്. അവർക്കെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രശ്നമുണ്ടായി, ചമ്പത്രായിക്കില്ലാത്ത എന്ത് പരിരക്ഷയാണ് അഞ്ജനയ്ക്കുള്ളത്? അഞ്ജനയെ സംരക്ഷിക്കാൻ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾ എന്തിനാണ് ശ്രമിക്കുന്നത്? അങ്ങനെ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ഇതിന്റെ പങ്കുപറ്റിയിട്ടുണ്ടെന്നല്ലേ അർത്ഥം? യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നലെ ഞാൻ കുമ്മനം രാജേട്ടൻ അവർക്കെതിരെ നടപടിയെടുക്കരുത്, പാർട്ടിക്ക് നാണക്കേടാകുമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോഴ നടന്നത് കുമ്മനം രാജേട്ടന്റെ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ വി രാജേഷിനെതിരെ നടപടിയെടുത്തു, അന്നത്തെ RS വിനോദിനെതിരെ നടപടിയെടുത്തു. എന്താണ്, ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ നടപടിയെടുത്ത് പുറത്താക്കുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതൊരിക്കലും പാർട്ടിക്ക് നാണക്കേടല്ല. പിന്നെ എന്തിനാണ് ഇത് ഇങ്ങനെ പറഞ്ഞു പരത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന, സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയെ പ്രൊമോട്ട് ചെയ്യുന്ന ബി.ജെ.പിക്കാർ തന്നെ ആ ബി.ജെ.പിയുടെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി മഞ്ഞപ്പത്രക്കാരെന്ന മാധ്യമങ്ങളെ ആക്ഷേപിക്കുകയാണ്, ഓൺലൈൻ മാധ്യമങ്ങളെ ആക്ഷേപിക്കുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ മഞ്ഞ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ കാര്യഗൗരവത്തോടെ വൃത്തിയായും വാർത്ത ചെയ്തു കൊണ്ടുപോകുന്ന ആൾക്കാരെ മഞ്ഞപ്പത്രക്കാരെന്ന് ആക്ഷേപിക്കുമ്പോ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയല്ലേ? കേരളത്തിലെ ആ മാധ്യമങ്ങളുടെ മുന്നിലാണ് ഇന്നലെയും ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോയിരുന്ന് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെയാണ് സംസാരിക്കുന്നത്. മറ്റാരുടെയും മുന്നിൽ പോയില്ല. എന്തുകൊണ്ടാണ് മഞ്ഞപ്പത്രം എന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കുന്നത്? എന്നെ മഞ്ഞെന്ന് വിളിച്ചാൽ എനിക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ഞാൻ മഞ്ഞയല്ല നടത്തുന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ചിലർക്ക് കാണുന്നതൊക്കെ മഞ്ഞയാണെന്നത് അവരുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ബി.ജെ.പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചല്ല, ബി.ജെ.പിയുടെ നേതൃത്വത്തെ കുറിച്ചല്ല, ഒന്നുമല്ല, ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കുറിച്ചല്ല. ഞാൻ പറഞ്ഞത് ബി.ജെ.പിയിൽ ചില അനഭിലഷണീയമായ പ്രവണതകൾ നടക്കുന്നുണ്ട്. ആ ബി.ജെ.പിയെ കട്ടുമുടിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആർക്കും ഒരുപാട് പേർക്ക് പറയാനുള്ള കാര്യമാണ് എന്നിലൂടെ ഞാൻ പറഞ്ഞത്. അപ്പോ ഈ സംഘടനാപരമായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ സംഘടനയെ എങ്ങനെ ഹൈജാക്ക് ചെയ്യുന്നു, സംഘടനയുടെ പ്രവർത്തനത്തിലേക്ക് നല്ല പ്രവർത്തകരെ കൊണ്ടുവരാൻ സാധിക്കാത്തത്, കഴിവും കാര്യപ്രാപ്തിയുള്ളവരെ 7 അയലത്തടുപ്പിക്കാതെ ഏതെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് ആൾക്കാരെ പിടിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ലൊട്ടിലൊടുക്ക് ആൾക്കാരെ പിടിച്ചു വെക്കുന്നതുകൊണ്ട് ഗുണമുണ്ട്. കാരണം എല്ലാത്തിന്റെയും മേൽക്കൈ നേടാൻ ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കഴിയും. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർജിയുടെ അടുത്തേക്ക് ആരെയും പരാതി പറയാനോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയിക്കാനോ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത്. അപ്പോ പലരും, ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ഈ സംസ്ഥാന സെക്രട്ടറി S. സുരേഷ്
അയാളുടെ ഫേസ്ബുക്കിലിട്ട, അയാളുടെ ഇന്റർവ്യൂകളിലിട്ട ആ കമന്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഞാൻ പറഞ്ഞ വാർത്തയുടെ താഴെ വരുന്ന കമന്റുകളൊന്ന് പരിശോധിക്കൂ. കേരളത്തിലെ BJPയുടെ അവസ്ഥ എന്താണ്, BJPയുടെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നോ രണ്ടോ കമന്റുകൾ ഒരു ഉഷാകുമാരി എന്ന് പറയുന്ന ഒരാൾ നിരത്തി എന്റെ ഫേസ്ബുക്കിൽ, എന്റെ കമ്പനിയുടെ ഫേസ്ബുക്കിൽ, അതുപോലെ ഭാരത് ലൈവിന്റെ ഫേസ്ബുക്കിൽ, യൂട്യൂബിന്റെ ഫേസ്ബുക്കിൽ എല്ലാം വന്ന് നിരത്തി ഇടുന്നത് ഇവരുടെ ആരുടെയോ വ്യാജ ഐഡിയാണ്. അങ്ങനെ ഒന്നോ രണ്ടോ വ്യാജ ഐഡി, ഇന്നലെ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ ഐഡിയാണ്. ഇങ്ങനെ രണ്ടോ മൂന്നോ വ്യാജ ഐഡികളല്ലാതെ മുഖമുള്ള ഒരു ഐഡിയെങ്കിലും കൃത്യമായി ഈ പറയപ്പെടുന്ന സംസ്ഥാന സെക്രട്ടറിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ? എല്ലാവർക്കും യാഥാർത്ഥ്യങ്ങൾ അറിയാം. അദ്ദേഹം എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ അയച്ചു കൊടുക്കുകയും റിലീസ് അയച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ എല്ലായിടത്തും ഇത് വരുത്തണം, ഇതെല്ലാവരും ഷെയർ ചെയ്യുന്നു പറഞ്ഞിട്ട് ആൾക്കാർക്ക് അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിലുള്ള പലർക്കും ഇത് അയച്ചു കൊടുത്തപ്പോ അവർക്ക് നിവൃത്തിയില്ലാതെ ഷെയർ ചെയ്യുകയാണ് പലരും. എന്നോട് പലരും പറഞ്ഞു, അയച്ചു തന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്, ഞങ്ങൾക്കും ഇതേ അഭിപ്രായമാണുള്ളത്, പക്ഷേ സംസ്ഥാന നേതൃത്വം അയച്ചു തരുമ്പോ അത് ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന്. ഇന്നും രാവിലെ അദ്ദേഹം പലർക്കും ഈ ഇന്റർവ്യൂ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇന്റർവ്യൂ കാണാൻ വേണ്ടി. അതായത് തനിക്കുണ്ടായ ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. RSS ഇതിൽ ഇടപെടണം. RSSന്റെ സംഘടനാ സെക്രട്ടറി ഈ രാഷ്ട്രീയ പാർട്ടിയെ നിയന്ത്രിക്കാൻ എന്നും ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇതിനും അപ്പുറത്തേക്ക് കാട്ടുകള്ളന്മാരുടെ കൂടാരമായി ഈ സംഘടന മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖർജി ഉണ്ട്. രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം ഒരു നല്ല ഓർഗനൈസിംഗ് സെക്രട്ടറി, നല്ല ഒരു ടീം കൂടി വന്നാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇവിടെ എന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നും എന്റെ പിന്നിൽ ഗുണ്ടകളുണ്ട്, എന്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് സത്യമായതുകൊണ്ട് തന്നെ, സത്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എന്റെ പിന്നിൽ ഗുണ്ടകളുടെ ആവശ്യമോ മുന്നിൽ ഗുണ്ടകളുടെ ആവശ്യമോ എനിക്കില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കത്തക്ക തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഇപ്പൊ ഈ പോക്സോ കേസിലൊക്കെ ചിലർ വന്നിട്ട് പോക്സോ കേസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ വ്യാജ പോക്സോ കേസിലൊക്കെ എന്നെ പറയപ്പെടുന്ന ചില ആൾക്കാരൊക്കെ വെല്ലുവിളിച്ചിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് പുറത്തുവിടാൻ. അതുപോലെയാണ് ഈ ബാങ്ക് ഡീറ്റെയിൽസ് പുറത്തുവിടും എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നത്. ഏതായാലും അത് ആവശ്യമുള്ള സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് കള്ളമല്ല, ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തു വരും. ഏതായാലും ഇപ്പൊ ഞാനായിട്ട് ഈ വിവരങ്ങളൊന്നും ഒരു മാധ്യമങ്ങൾക്കോ ആർക്കും തന്നെ ഞാനായിട്ട് ഇത് നൽകുകയോ എന്റെ കയ്യിൽ നിന്ന് ഇതൊന്നും പോവുകയോ ചെയ്തിട്ടില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്, പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ്. BJPയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ ഇതിൽ അന്വേഷണം നടത്തണം. സംഘം അടിയന്തരമായി ഇടപെടണം. RSSന്റെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം ഈ വിഷയത്തിലും തന്നെയാണ് പറയാനുള്ളത്. അങ്ങനെ ഇടപെട്ട് ഈ പറയപ്പെടുന്ന കള്ളന്മാരെ പുറത്താക്കി സംഘടനയെ മെച്ചമായ രീതിയിലേക്ക് നയിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർജി അത് ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പാർട്ടി സ്വീകരിക്കട്ടെ, നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. ഒപ്പം ഭാരത് ലൈവ് അതിന്റെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്ന യാതൊരു നടപടികളിലേക്കും പോകില്ല. അത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്തകളും ഭാരത് ലൈവ് സംപ്രേഷണം ചെയ്യില്ല എന്ന് ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുകയാണ്. ഏതെങ്കിലും വാർത്തകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളുണ്ട്, അതിന് രേഖകളുണ്ട്. ഇത് രണ്ടുമില്ലാത്ത ഒരു വാർത്തയും ഭാരത് ലൈവ് സംപ്രേഷണം. പ്രശാന്ത് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ നമ്മൾ അന്ന് ഒരു വാർത്ത ചെയ്തിരുന്നു, കേരളത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഒരു ഇടതുപക്ഷക്കാരിയാണ് എന്ന്. അന്ന് ഇതുപോലെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി. എവിടെയാണ് കേസ്? അത് വ്യാജ പ്രചരണമായിരുന്നോ? നിഷേധിക്കാൻ കഴിയുമോ? അപ്പോ ഇത് ആ സമയത്ത് നിങ്ങൾ ഇപ്പോ പറഞ്ഞോളൂ ഞാൻ പറയുന്ന വ്യാജ പ്രചരണമാണെന്ന്. നിങ്ങൾക്ക് സംഘടനാ തലത്തിൽ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്നവർ പറയുമെന്ന് എനിക്കറിയാം, തൽപര കക്ഷികൾ പറയുമെന്നറിയാം. പക്ഷെ ഈ പ്രചരണങ്ങൾ വ്യാജമല്ല, സത്യമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം. അതുപോലെ തന്നെ ഈ സംഘടനയിലുള്ള നേതാക്കന്മാർക്കും അറിയാം. ഈ പറയപ്പെടുന്ന സത്യമേവ ജയതേ എന്ന് എഴുതുന്ന ആൾക്ക് പോലും അറിയാം പറയുന്നത് കള്ളമാണ് എന്ന്. എനിക്കറിയാം ഞാൻ പറയുന്നത് ശരിയാണ് എന്ന്. അതുകൊണ്ട് തന്നെ എനിക്കതിൽ പേടിയില്ല. നിയമ നടപടിയോ എന്തും നിങ്ങൾക്കാവാം. അതിന് എന്ത് നടപടിക്ക് പോയാലും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. ഞാൻ അത് നേരിടാൻ തയ്യാറുമാണ്. തെളിവുകൾ കൃത്യമായിട്ട് അത് കോടതിക്ക് മുന്നിലും മറ്റുമൊക്കെ എത്താം, നിയമത്തിന്റെ മുന്നിലും മറ്റുമൊക്കെ നമുക്ക് എത്തിക്കാൻ കഴിയും. അതോടുകൂടി ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിയമ നടപടി കൂടി ഉണ്ടാകും എന്നേ ഉള്ളൂ. എന്തായാലും ഭാരത് ലൈവ് അതിന്റെ വിശ്വാസ്യത കളഞ്ഞു കുളിക്കുന്ന ഒരു പ്രവർത്തനവും നടത്തില്ല. വളരെ കൃത്യമായി തെളിവുകളുടെയും രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും അത് തുടരും. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അത് BJP ആയാലും CPIM ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും ശരി, തെളിവുകളും രേഖകളും സമർത്ഥിച്ചുകൊണ്ട് മാത്രമേ ഭാരത് ലൈവ് ഏത് വാർത്തയും കൈകാര്യം ചെയ്യുള്ളൂ. നന്ദി, നമസ്കാരം.